നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ മൂവാറ്റുപുഴ സെന്ററിന്റെ ഹോം കെയർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനായി പൊതുയോഗം സെന്ററിൽ മെയ് 1 ചേരും. വൈകിട്ട് 4 മണിക്ക് ചേരുന്ന യോഗത്തിൽ പ്രസിഡന്റ് അഷ്റഫ് മാണിക്യം അധ്യക്ഷത വഹിക്കും. സെക്രട്ടറി വിൽസൺ കുരിശിങ്കൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. ആൽഫ വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. എക്സിക്യൂട്ടീവ് കൗൺസിൽ പുതിയ അംഗങ്ങളെ ചേർത്ത് വിപുലീകരിച്ചതിനു ശേഷം നടത്തുന്ന ആദ്യ പൊതുയോഗമാണ് മെയ് 1 ചേരുന്നത്. ഹോം കെയറും മറ്റ് സേവനങ്ങളും ആരംഭിക്കുന്നത് സംബന്ധിച്ച ചർച്ചകളും സെന്ററിന്റെ സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കൽ, പുതിയ അംഗങ്ങളുടെ മെമ്പർഷിപ്പിന് അംഗീകാരം നൽകൽ തുടങ്ങി വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രസിഡന്റ് അഷ്റഫ് മാണിക്യം, സെക്രട്ടറി വിൽസൺ കുരിശിങ്കൽ, ട്രഷറർ വിനയകുമാർ എന്നിവർ അറിയിച്ചു. ആൽഫ ഏറ്റുമാനൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആൽഫ എല്ലാവരിലും എപ്പോഴും എന്ന ക്യാമ്പയിൻ പുരോഗമിക്കുന്നു. ആൽഫ ഏറ്റുമാനൂർ സെന്ററിന്റെ പ്രവർത്തന പരിധിയിലുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, കച്ചവടക്കാർ, ചുമട്ടുതൊഴിലാളികൾ എന്നിങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർക്ക് പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് ബോധവൽക്കരണ പരിപാടി നടത്തുന്നതാണ് പദ്ധതി. ഇന്ന് നടന്ന പരിപാടിക്ക് സെന്റർ പ്രസിഡന്റ് മാത്യു വലിയകുളത്തിൽ നേതൃത്വം നൽകി. വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അനിൽ മോഹൻ, സെക്രട്ടറി ജോൺ ഫിലിപ്പോസ് എന്നിവർ പ്രവർത്തനത്തിൽ പങ്കാളികളായി. പ്രതീക്ഷിക്കാതെ വന്നെത്തിയ അഭിനന്ദനം ആൽഫ കൊടുങ്ങല്ലൂർ സെന്ററിന് ഇന്ന് വേറിട്ട അനുഭവമായി മാറി. സെന്ററിന്റെ കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കെ സന്ദർശകയായി എത്തിയ എടവിലങ്ങ് പനങ്ങാട്ട് സുകുമാരന്റെ മരുമകൾ റോഷ്നിയുടെ മനസ്സിൽ തട്ടിയ വാക്കുകളായിരുന്നു ആ വേറിട്ട അനുഭവത്തിന് കാരണമായത്. ക്യാൻസർ രോഗം മൂർധന്യാവസ്ഥയിലെത്തി കഠിനമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയ സമയത്ത് ആൽഫയിൽ നിന്ന് ലഭിച്ച പരിചരണത്തിന്റെ മഹത്വം വൈകാരികമായി പറഞ്ഞപ്പോൾ അത് കുറച്ചു നേരത്തേക്ക് അംഗങ്ങളെയെല്ലാം നിശബ്ദരാക്കുകയായിരുന്നു. ആൽഫയിൽ നിന്ന് ലഭിച്ച സേവനം അവിശ്വസനീയമായിരുന്നുവെന്നും മെഡിക്കൽ സ്റ്റാഫ് അംഗങ്ങളുടെ സേവനവും ഉപദേശവും കരുതലും ഒരിക്കലും മറക്കാനാകില്ലെന്നും പറഞ്ഞ അവർ ആൽഫയുടെ പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടെ കുടുംബത്തിന്റെ പിന്തുണയും അറിയിച്ചു. കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായവും നൽകിയതിനു ശേഷമാണ് അവർ മടങ്ങിയത്. പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് അറിയാത്തവർക്കിടയിലേക്ക് ആ സന്ദേശം എത്തിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി വെളിപ്പെടുത്തുന്നതായിരുന്നു ആ സന്ദർശനം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.